മെട്രോ ന്യൂസ് ചാനൽ വാർത്ത ഫലം കണ്ടു. വളയഞ്ചിറങ്ങര തുരുത്തിപ്പള്ളി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് മൂലം അപകടങ്ങൾ പതിവാകുന്നത് ശ്രദ്ധയിൽപ്പെടുത്തി മെട്രോ ന്യൂസ് ചാനൽ നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. മെട്രോ ന്യൂസ് ഇംപാക്ട്. മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് വർക്ക് നടക്കുന്നതിനാൽ അതുവഴി പോയിരുന്ന ബസും ഭാരവാഹനങ്ങളും ഉൾപ്പെടെ തുരുത്തിപ്പള്ളി വളയഞ്ചിറങ്ങര റോഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഴി പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. ഇരുചക്ര വാഹന യാത്രക്കാർ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായി. തുരുത്തിപ്പള്ളി പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് നിരവധി വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. റോഡിന്റെ ശോചിയാവസ്ഥ എല്ലാവരിലും ആശങ്കയും ഭീതിയും ഉണർത്തുന്നുണ്ട്. ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് റോഡിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ആരംഭിച്ചുവെന്ന് MLA മനോജ് മൂത്തേടൻ അറിയിച്ചു. നമ്മുടെ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് കുറേ നാളുകളായി ഏറ്റവും ഗതാഗത യോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. ഞാൻ MLA വന്നതിന് ശേഷം വളരെ അടിയന്തരമായി ആവശ്യത്തിൽ ഇടപെടുകയും ഉദ്യോഗസ്ഥന്മാരെയും കരാറുകാരെയും വിളിച്ചുകൂട്ടി, പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ വിളിച്ചുകൂട്ടി വളരെ പെട്ടെന്ന് അതിന് നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ റോഡ് ക്ലോസ് ചെയ്തപ്പോൾ അതിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളെല്ലാം ഇപ്പോൾ വളയഞ്ചിറങ്ങര തുരുത്തിപ്പള്ളി വഴിയാണ് വരുന്നത്. ഇപ്പോൾ ആ റോഡും വലിയ ഗതാഗത യോഗ്യമല്ലാതെ മാറിയ സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിയന്തരമായി തന്നെ തുരുത്തിപ്പള്ളി പള്ളിയിൽ 8 നോമ്പ് പെരുന്നാൾ വരുന്നതിനനുബന്ധിച്ച് ഇപ്പോൾ അന്ന് കുഴി നികത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ അവിടെ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ അവിടെ കുഴികൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി PWD ഡിപ്പാർട്ട്മെൻറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ പെയ്തോടുകൂടി എല്ലാ റോഡുകളും അത്തരത്തിലായിട്ടുണ്ട്. വളരെ വേഗത്തിൽ എല്ലാ പ്രദേശത്തെയും കുഴികൾ അടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. എന്തായാലും പരിപൂർണമായി നമ്മുടെ പെരുമ്പാവൂരിലെ എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളുമായി MLA എന്നുള്ളതിൽ ഞാൻ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വെങ്ങോല.